മുസ്ലിം ലീഗ് നടപ്പാക്കുന്ന മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ പദ്ധതിയുടെ 5ാം ഘട്ടമായ ഭവന സമുച്ചയ ശിലാസ്ഥാപനം ഇന്ന് 3 മണിക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. മേപ്പാടി പഞ്ചായത്തിലെ തൃക്കേപ്പറ്റ വില്ലേജിൽ വെള്ളിത്തോടാണ് ഭവന സമുച്ചയം നിർമ്മിക്കുന്നത്. പത്തര ഏക്കർ ഭൂമിയിൽ 1000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള 105 വീടുകളുടെ സമുച്ചയമാണ് ഒരുങ്ങുന്നത്. മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതികളുടെ 5ാം ഘട്ടമാണ് ഭവന നിർമ്മാണം. കളക്ഷൻ സെന്റർ വഴി ശേഖരിച്ച 2 കോടി രൂപയോളം വരുന്ന ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും മരുന്നും വീട്ടുപകരണങ്ങളും ഫർണിച്ചറും ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തു. പിന്നീട് സർക്കാർ പുറത്തിറക്കിയ ലിസ്റ്റിൽ ഉൾപ്പെട്ട 691 കുടുംബങ്ങൾക്ക് 15,000 രൂപ അടിയന്തര സഹായം വിതരണവും ചെയ്തു. സ്ഥാപനങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട 56 വ്യാപാരികൾക്ക് 1,00,000 രൂപ വീതം നൽകി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ടാക്സി, ജീപ്പും ഓട്ടോറിക്ഷകളും സ്കൂട്ടറുകളും നഷ്ടപ്പെട്ടവർക്ക് അവ വാങ്ങി നൽകി. റമദാനിന് 691 കുടുംബങ്ങൾക്കും ജാതി മത ഭേദമന്യേ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു. പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുത്ത് നൽകണമെന്ന സർക്കാർ വാഗ്ദാനം അനിശ്ചിതമായി നീണ്ടതിനെ തുടർന്ന് പാർട്ടി സ്വന്തം നിലക്ക് സ്ഥലം വില കൊടുത്ത് വാങ്ങുകയായിരുന്നുവെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, ഉപസമിതി കൺവീനർ PK ബഷീർ MLA, അംഗങ്ങളായ PK ഫിറോസ്, P ഇസ്മായിൽ, TPM ജിഷാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.